ഒക്ടോബർ 14-ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ കുടിയേറ്റ ബിൽ രാജ്യത്തിന്റെ കുടിയേറ്റ സമ്പ്രദായത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് കളമൊരുക്കിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ബ്രിട്ടീഷ് കുടിയേറ്റ നിയമങ്ങൾ നേരിടുന്ന താറുമാറായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായി കൂടുതൽ നിയന്ത്രിതവും സൂക്ഷ്മവുമായി തിരഞ്ഞെടുക്കുന്നതും നീതിയുക്തവുമായ ഒരു സിസ്റ്റം സ്ഥാപിക്കുകയാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമുള്ളതാകും. പുതിയ ബില്ലുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥകളിലൊന്ന് കുടിയേറ്റ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിന്റെ നിലവാരം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതാണ്. നിയമപരമായ ചില റൂട്ടുകളിലൂടെ വിസയ്ക്കായി അപേക്ഷിക്കുന്ന വ്യക്തികൾ ഇനി മുതൽ A11 നിലവാരത്തിന് തുല്യമായ പ്രാവീണ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും എഴുതുന്നതിലും പ്രകടിപ്പിക്കേണ്ടതായി വരും. നിലവിലെ പല വിസ റൂട്ടുകളിലും ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരമാണിത്. ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള ഒരു സേവന ദാതാവ് നടത്തുന്ന സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകേണ്ടത് വിസ അപേക്ഷകരുടെ അഭിവാജ്യ ഘടകമാകും. വിസ അപേക്ഷ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ഈ ടെസ്റ്റിന്റെ ഫലവും കർശനമായി പരിശോധിക്കും. ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ബ്രിട്ടനിൽ എത്തുകയും ബ്രിട്ടീഷ് സമൂഹത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്തവരെ എപ്പോഴും ബ്രിട്ടൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതെയും ബ്രിട്ടീഷ് സമൂഹത്തിൽ സംഭാവനകൾ നൽകാൻ കഴിയാതെയും കുടിയേറ്റക്കാർ എത്തുന്നത് അനുവദിക്കാനാവില്ല. അവർ പാർലമെന്റിൽ വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ സാമൂഹികമായി ഇഴകിച്ചേരുന്നതിനും തൊഴിൽ മേഖലയിൽ വിജയിക്കുന്നതിനും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഒരു അടിസ്ഥാന ഘടകമാണെന്ന കാഴ്ചപ്പാടാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഇത് രാജ്യത്തിന്റെ സംസ്കാരവുമായും സാമൂഹിക ഘടനയുമായും കുടിയേറ്റക്കാർ കൂടുതൽ വേഗത്തിൽ ലയിച്ചു ചേരുന്നതിന് സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പുതിയ ബില്ല് തൊഴിലാളി വർഗത്തിന് മുൻഗണന നൽകുന്നതിലൂടെ രാജ്യത്ത് ആര് വരണമെന്നത് കർശനമായി നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ നൈപുണ്യമുള്ളവരെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. ലേബർ സർക്കാർ നേരത്തെ പ്രസിദ്ധപ്പെടുത്തിയ കുടിയേറ്റ ധവളപത്രത്തിലെ പല സുപ്രധാന കാര്യങ്ങളും ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആഭ്യന്തര തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് വിദേശത്തു നിന്നുള്ള സ്കിൽഡ് വർക്കർമാരെ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകൾ നൽകേണ്ട ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2017 ശേഷം ഇതാദ്യമായാണ് ISSE വർദ്ധിപ്പിക്കുന്നത്. ഈ വർദ്ധിപ്പിച്ച തുക ആഭ്യന്തര തൊഴിൽ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിലെ നൈപുണ്യ വിടവുകൾ നികത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കും. ഇത് ബ്രിട്ടീഷ് കമ്പനികളെ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നതിന് പകരം സ്വദേശികളെ പരിശീലിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. തൊഴിലുടമകൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും കഴിയും. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികളെയും അവിടുത്തെ വിദേശ വിദ്യാർത്ഥി സമൂഹത്തെയും ഈ ബില്ല് കാര്യമായി തന്നെ ബാധിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനാനന്തരം തൊഴിൽ തേടുന്നതിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്രാജുവേറ്റ് ലെവൽ ജോലി കണ്ടെത്തുന്നതിനുള്ള സമയപരിധി 2 വർഷത്തിൽ നിന്നും 18 മാസമായി കുറച്ചു. വിദേശ വിദ്യാർത്ഥികൾ പലരും ഗ്രാജുവേറ്റ് നിലവാരത്തിലുള്ള തൊഴിലുകളിലല്ല ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിർണായകമായ തീരുമാനം. വിദ്യാർത്ഥികൾ സമൂഹത്തിന് യഥാർത്ഥത്തിൽ മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാക്കുന്നതിനായാണ് ഈ സമയപരിധി കുറച്ചത്. ബിൽ പാസ്സായാൽ ഈ മാറ്റം 2027 ജനുവരി 1 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കി ഉടൻ തന്നെ അവരുടെ ബിരുദ നിലവാരത്തിന് യോജിച്ച ജോലി കണ്ടെത്തേണ്ടത് അനിവാര്യമാകും. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യതകളും 2025-26 അധ്യയന വർഷം മുതൽ വർദ്ധിപ്പിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി കൂടുതൽ വെല്ലുവിളിയാകും. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ തന്നെ ലോകോത്തര പ്രതിഭകളെയും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയും ബ്രിട്ടനിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ചില പ്രത്യേക റൂട്ടുകൾ വിപുലീകരിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ റൂട്ടിലൂടെ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഈ റൂട്ട് വഴി എത്തുന്ന പ്രതിഭകൾക്ക് ബ്രിട്ടനിൽ എളുപ്പത്തിൽ പ്രവേശിക്കാനും തൊഴിലെടുക്കാനും സാധിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK പഠിക്കാനെത്തിയ വ്യവസായ സംരംഭകർക്ക് പഠനശേഷം ഇവിടെ എത്തുന്ന ന്യൂനതമായ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ അനുമതി നൽകും. ഇത് രാജ്യത്തെ സംരംഭകത്വ രംഗത്തിന് ഉണർവേകും. ലോകോത്തര ഗവേഷകന്മാരെയും കലാകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ആകർഷിക്കുന്ന ഗ്ലോബൽ ടാലന്റ് റൂട്ട് കൂടുതൽ വിപുലീകരിക്കും. ഈ ബില്ല് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു വശത്ത് നിയന്ത്രിതവും തിരഞ്ഞെടുക്കപ്പെടുന്നതുമായ കുടിയേറ്റ സംവിധാനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക ഘടനയ്ക്കും ഗുണകരമാകുമെന്ന് സർക്കാർ വാദിക്കുമ്പോൾ, മറുവശത്ത് ലേബർ പാർട്ടിയുടെ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിൽ വിമർശനങ്ങളുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സമയം കുറയ്ക്കുന്നത് യൂണിവേഴ്സിറ്റികളുടെ വരുമാനത്തെയും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള കഴിവിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. കൂടാതെ A11 നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിഷ്കർഷിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾക്ക് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം അപ്രാപ്യമാക്കിയേക്കാം. ഇത് തൊഴിലാളികളുടെ ലഭ്യതയിൽ രാജ്യത്തിന്റെ പല നിർണായക മേഖലകളിൽ കുറവുണ്ടാക്കാനും സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ പുതിയ കുടിയേറ്റ ബില്ല് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ ഒരു നീക്കമാണ്. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യത്തിൽ കടുപ്പം കൂട്ടിയും
പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാലാവധി കുറച്ചും തൊഴിലുടമകൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചും കുടിയേറ്റത്തിന്റെ അളവും ഗുണനിലവാരവും നിയന്ത്രിക്കാനാണ് ലേബർ സർക്കാർ ശ്രമിക്കുന്നത്. ബില്ല് നിയമമായി മാറിയാൽ 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരും എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ ആകർഷിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നെന്ന സന്ദേശമാണ് ഈ ബില്ല് നൽകുന്നത്. ഈ മാറ്റങ്ങൾ ബ്രിട്ടന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് എന്തുതരം സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത് എന്നത് വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്.